സ്റ്റെപ്പ് ഇൻ ടു ഡിവൈൻ പാർട്ട്ണർഷിപ്പ്. ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുക. യു സ്റ്റെപ്പ് അപ്പ്. അതായത് നമ്മൾ ഇരിക്കുന്ന സ്റ്റേജിൽ നിന്ന് മുന്നോട്ട് നീങ്ങണം. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മനസ്സുകൊണ്ട് ഉറച്ചു കഴിഞ്ഞിട്ട് ഒറ്റ സ്റ്റെപ്പ് കാലുകൊണ്ട് വെച്ചാൽ ദൈവം ബാക്കി പ്രവർത്തിക്കും. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല, ഐ ഗിവ് അപ്പ് എന്ന് പറഞ്ഞു. അത് പലപ്പോഴും ഈ ജയത്തിൻ്റെ തൊട്ട് മുമ്പിലാണ് നമ്മൾ ഗിവ് അപ്പ് ചെയ്യുന്നത് കേട്ടോ. അതൊരിക്കലും ചെയ്യല്ലേ. മരിക്കാറായിട്ട് കിടക്കും, ഭർത്താവിന് അധികം പ്രായമൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് പാർട്ട്ണർ ആവശ്യമുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് എഴുന്നേക്കാൻ വയ്യ, നമ്മളങ്ങ് ഗിവ് അപ്പ് ചെയ്യും. വയ്യ കർത്താവെന്ന്. അങ്ങനെ നമ്മൾ വീഴുന്ന സമയത്ത് ഒരാളൊന്ന് ബലയോ വിട്ട് കളയല്ലേ, പിടിച്ച് നിൽക്കണേ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ബലം വരും. അത് ദൈവത്തിൻ്റെ ഒരു വലിയ എൻകറേജ്മെൻറ്റ്, അതൊരു വലിയ പവറാണ്. യേശു പോലും ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ അവർ പറയുന്നു പ്രോഫറ്റാണ്, ഏലിയാവാണ്, എലീശയാണ്, മോശയാണ്, ഇങ്ങനെ പലരെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ യേശു വീണ്ടും രണ്ടാമതൊരു ചോദ്യം ചോദിക്കുന്നു, ഞാൻ ആരെന്ന് പറയുന്നു? അപ്പോൾ പത്രോസ് പറയുന്നത് ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. യേശു ക്രിസ്തു ആണ് ദൈവത്തിൻ്റെ പുത്രനാണ്, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പത്രോസ് പറഞ്ഞു. ഉടനെ യേശു തിരിച്ചു പറഞ്ഞു, ജഡരക്തങ്ങളല്ല, ആത്മാവിലാണ് നീ അത് പറഞ്ഞത്. പത്രോസിന് പോലും അതിൻ്റെ മർമ്മം മനസ്സിലായെന്ന് സംശയമാണ്, പക്ഷേ യേശുവിനറിയായിരുന്നു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവവുമായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കേണ്ടി വരാം. ദൈവമായിട്ട് അത് ഭാര്യ ഭർത്താക്കന്മാർ ഒത്തുചേരണമെങ്കിൽ ദൈവവുമായിട്ട് നമ്മൾ ആദ്യമേ if you need authority, you have to be under authority. ഏതൊരു പുരുഷനോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ അനുസരിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ കീഴിൽ വരണം. ഭാര്യ ഭർത്താവിനെ അനുസരിക്കണമെങ്കിൽ ഭർത്താവിൻ്റെ ദൈവത്തെ കാണാനിടയാകണം. ഭർത്താവിനെയും ഭാര്യ മക്കളെ അനുസരിക്കണമെങ്കിൽ അവർ നമ്മളിൽ ദൈവത്തെ കാണണം. ഈ അതോറിറ്റി ഇല്ലാതെ ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, ഭർത്താവ് ദൈവത്തെ അനുസരിക്കണം. അവിടെ ആ ഓർഡർ തെറ്റുന്നെങ്കിൽ കറക്റ്റായിട്ട് അനുഗ്രഹം ഒഴുകാൻ തടസ്സം വരും. പിന്നെ ദൈവം കരുണയുള്ളവനാണ്, അത് ദൈവം വേറെ വഴി കണ്ടുപിടിച്ച് വെള്ളം ഒഴുകുന്ന പോലെ ഒഴുകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈം ദാറ്റ് പ്രിൻസിപ്പിൾ, അതായത് ഇഫ് യു വോണ്ട് അതോറിറ്റി, യു ഹാവ് ടു ബി അണ്ടർ അതോറിറ്റി. ആരുടെ? നമുക്കൊരു അതോറിറ്റി മുകളിലുണ്ട്, അത് പരമോന്നതനായ ദൈവമാണ് എൻ്റെ അതോറിറ്റി. അത് വേറൊരാളതിൽ കളിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കരുത്. അപ്പം നമ്മൾ പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ സത്യങ്ങൾ അറിയുന്നത് ഉറക്കെ പറയാൻ തുടങ്ങണം. ഇറ്റ് ഈസ് റിട്ടൺ. നമുക്കറിയാം കർത്താവ് അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇപ്പം സ്ത്രീയും കൂടെ വിവാഹം കഴിക്കുന്നത് ആബ്സല്യൂട്ട്ലി റോങ് അല്ലേ? കാരണം ഉൽപ്പത്തി പറയുന്നുണ്ട് സ്ത്രീയും പുരുഷനുമാണ് ദൈവം സൃഷ്ടിച്ചത്. അല്ല, ഗോഡ് ക്രിയേറ്റഡ് മാൻ ആൻഡ് വുമൺ. ഹി ഡിഡ് നോട്ട് സേ ഗോഡ് ക്രിയേറ്റഡ് മാൻ ആൻഡ് മാൻ, വുമൺ ആൻഡ് വുമൺ. അങ്ങനെയല്ല എഴുതി. ഈ ഫണ്ടമെൻ്റൽ ട്രൂത്ത്സ് മാറ്റാനൊക്കത്തില്ല. ഇതൊക്കെ പറയാൻ പോലും ധൈര്യമുള്ളവരിപ്പോൾ ഇല്ല. നമ്മുടെ ചർച്ചുകളിൽ പോയിട്ട് ചില ചർച്ചുകളിൽ ഇങ്ങനെയുള്ള വിവാഹം നടത്തിയതിന് എതിരായിട്ട് സംസാരം ഉണ്ടായിരുന്നു. ദിസ് ഷുഡ് നോട്ട് ഈവൻ ഹാപ്പൻ ഇൻസൈഡ് എ ചർച്ച്. ഇതൊക്കെ വളരെ തീക്ഷ്ണമായിട്ട് ദൈവത്തിന് അബോമിനേഷൻ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം വ്യക്തമായിട്ടും പുരുഷനും സ്ത്രീയും ആയിട്ട് ദൈവം സൃഷ്ടിച്ചെങ്കിൽ പുരുഷനുമായിട്ട് ജീവിക്കുന്നത് ഒരിക്കലും ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൂടാതെ എല്ലാവരുടെയും മക്കളെ എടുത്ത് വളർത്തിയിട്ട് ഇത് കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ നടക്കുന്നുണ്ടെന്നേ, ഇടതും വലതും നടക്കുന്നുണ്ട്, നമ്മളറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം കർത്താവ് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് റിട്ടൺ ദാറ്റ് യു ആർ നോട്ട് സപ്പോസ് ടു മാരി എ മാൻ ഷുഡ് മാരിയിങ് എ മാൻ. ഇറ്റ്സ് നോട്ട് അലൗഡ് ഇൻ ദ ബൈബിൾ. സ്ത്രീയും പുരുഷനുമായിട്ടാണ് വിവാഹം നടത്തേണ്ടത്. അങ്ങനെയാണ് ദൈവം അവരെ ആദത്തിനെ ഹവ്വായും സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് അവർ സന്താനപുഷ്ടിയുള്ള മക്കൾ ഉണ്ടാകണം. അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. വി ഹാവ് ടു സേ ഇറ്റ്. ഇറ്റ് ഈസ് റിട്ടൺ. ഇറ്റ് ഈസ് ഓൾറെഡി റിട്ടൺ ക്ലിയർലി ഇൻ ദ ബൈബിൾ. These are eternal truths backed by the authority of our God. ദൈവത്തിൻ്റെ അധികാരത്തിൽ എഴുതി വച്ചിരിക്കുന്ന സത്യങ്ങളാണ്. ഉൽപ്പത്തി മാത്രം പഠിച്ചാൽ മതി ദൈവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഓരോ ആവശ്യങ്ങളുടെ വരുമ്പോഴും അത് വേദപുസ്തകത്തിലുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. നമ്മൾ ചിലപ്പം ചിലരോട് നമ്മൾ ഇടപെടുമ്പോൾ ഒരു സ്വഭാവശുദ്ധി ഇല്ലാത്തവരാണ്. നമ്മൾ വിചാരിക്കും ഇവരോട് ഇനി ഇടപെടണം, ഇവർ ശരിയാകുമോ ഇവർ. അപ്പോൾ നമ്മൾ ഓർക്കും കർത്താവ് മഗ്ദലക്കാരത്തി മറിയ വ്യഭിചാരിയായ സ്ത്രീയുടെ മുമ്പിൽ ചെന്നു. അന്നേരം ഒന്നും കർത്താവ് അവർ വേണ്ടെന്ന് പറഞ്ഞില്ല, അവരെ തിരിച്ചു കൊണ്ടുവന്നു. സോ ഇമ്മീഡിയറ്റ്ലി ബൈബിളിൽ അവിടെ ഒരു കമ്പാഷനേറ്റ് നേച്ചർ ഓഫ് ദൈവത്തിൻ്റെ കാണുന്നുണ്ട്.
എന്നാൽ ചില സന്ദർഭങ്ങൾ വളരെ ദേഷ്യമായിട്ട് എൻ്റെ മക്കളെ തൊട്ടാൽ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു, അവിടെ നമ്മൾ ഗർജിക്കണം. മനസ്സിലായോ? എവിടെ അത് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ഇതിങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാനും ആളുകളെ കിട്ടുന്നില്ല. കാരണം എൻ്റെ പ്രശ്നം എൻ്റേത് മാത്രമാണ്, നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടേത് മാത്രം. അങ്ങനെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടമായിട്ട് നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ പോകും, പക്ഷേ കൂട്ടമായിട്ട് മാനസാന്തരത്തിൽപ്പെട്ട് ഒരാൾ വേറൊരാൾ ഒരു കൂട്ടത്തിന് വേണ്ടി വേറൊരാളുടെ ആവശ്യത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ അടുത്തിടെയെങ്കിലും ഞാൻ കാണുന്നില്ല. വളരെ സങ്കടമാണ്. ഞാൻ എന്നോട് ടെലിവിഷനകത്ത് വയ്ക്കുന്നത് ഞാൻ എടുത്തു വെച്ച് ഞങ്ങളുടെ ഒരു ചെറിയ ഗ്രൂപ്പ് പ്രാർത്ഥിക്കും, പക്ഷേ അല്ലാതെ പുറത്ത് ഞാൻ ഇതുവരെ അത് കാണുന്നില്ല. വളരെ സങ്കടമാണ്. ഐ റിഫ്യൂസ് ടു റിമെയിൻ സൈലൻറ്റ്, സ്പീക്ക് ദ വേർഡ് ബോൾഡ്ലി ഡെയിലി, വാച്ച് യുവർ വേർഡ് കം അലൈവ്. അതായത് ഡിവൈൻ പാർട്ട്ണർഷിപ്പ് എന്നാണ് അതിന് പറയുന്നത്. ഞാനും ദൈവവുമായിട്ട്, അതിന് മലയാളത്തിൽ വേണമെങ്കിൽ ഉടമ്പടി എന്ന് പറയാം. പാർട്ട്ണർഷിപ്പ്, ഞാനും ദൈവവും ഒന്നായിപ്പം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ദൈവം പറഞ്ഞത് ഞാൻ വിളിച്ച് പറയും. അത് ഇസ് കോൾഡ് കൺഫെഷൻ. ദൈവം പറഞ്ഞത് നമ്മൾ ദൈവത്തിൻ്റേതായിട്ട് നമ്മൾ പറയുകയാണ്. അല്ല, നമ്മളല്ല പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ദൈവം പറഞ്ഞായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഗ്രാജുവലി ഇറ്റ് വിൽ ഹാവ് ഇറ്റ്സ് ഇഫക്റ്റ് അറൗണ്ട് യു. കാരണം ഇതിന് ജീവനുണ്ടല്ലോ, ഇല്ലേ? അല്ല, രോഗികളുടെ അടുക്ക പോയിട്ട് നമ്മൾ വന്നാൽ ഇപ്പോൾ ഈ ഒത്തിരി പേർക്ക് ലങ്സിന് പ്രോബ്ലം ഉണ്ട്. ലങ്സിൻ്റെ പ്രോബ്ലം ഇപ്പോൾ ഒരു വെരി പലർക്കും ഞാൻ ഈ ലങ്സ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നെന്നോ ലങ്സ് മാറിയിട്ട് പിടിച്ചില്ലെന്നോ, ഇപ്പോൾ പുതിയ ഒരാൾ എന്നൊക്കെ എഴുതിയിരിക്കുന്ന ലങ്സ് മാറ്റാൻ പോകും. എന്തൊക്കെയാണോ ഈ ലങ്സ് എന്നൊക്കെയുള്ളത് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഓരോന്നിൻ്റെ വില എന്നാ വില. ഇതെടുത്ത് മാറ്റാൻ നോക്കുമ്പോൾ മാറ്റിയിട്ട് മരിച്ചു പോയെന്നോ ഒക്കെ ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ശ്വാസം എടുക്കുന്നതും ശ്വാസം വിടുന്നതും ദൈവം അനുവദിച്ചിട്ടാണ്. ഈ ശ്വാസകോശം നിയന്ത്രിക്കുന്ന എൻ്റെ ദൈവമാണ്. ഇതിനൊരാപത്തും വരുത്തരുത് എന്ന് നമ്മൾ വേലി കെട്ടിവെച്ച് തന്നെ. നമ്മുടെ ഓരോ അവയവങ്ങളും വിലപ്പെട്ടതാണ്. ആവശ്യമില്ലാതെ പലപ്പോഴും ഈ ശ്വാസകോശത്തിൻ്റെ പ്രോബ്ലം ഞാൻ കാണുന്നത് പൊടി, ഡസ്റ്റ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ആസ്ബസ്റ്റോസ്, അതുപോലെ വീട് പണിയുന്നിടത്ത് അങ്ങനെയൊക്കെ താമസിക്കുന്നവർക്ക് ഈ അസുഖങ്ങൾ വരുന്നത്. പിന്നെ ഈ COVID-3 കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി കാണുന്നുണ്ട്. എവിടെയോ ഈ അറ്റ്മോസ്ഫിയർ ഈസ് സോ മച്ച് ബാഡ്, ഇല്ലേ? അറ്റ്മോസ്ഫിയറിൽ ഈ പൊല്യൂഷൻ ഒത്തിരി ഉണ്ട്. അപ്പം ദൈവം തമ്പുരാൻ പറയുന്നത് നമ്മളെ തന്നെ സൂക്ഷിക്കാൻ. മരങ്ങൾ വെച്ച് നടണം, മരങ്ങൾ ചുറ്റുപാടും ഗാർഡൻ വേണം, കുറച്ച് വെള്ളം ഒഴിക്കണം, ഭൂമി തണുക്കണം, പിന്നെ വായുവിലുള്ള പിന്നെ ഒത്തിരി പൊടി പടരാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് മഴയ്ക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് അതോറിറ്റി ഉണ്ട്, പക്ഷെ നമ്മൾ ആരും ചെയ്യുന്നില്ല. വി ആർ ഫൈറ്റിംഗ് ഫ്രം എ വിക്ടറി സ്റ്റാൻഡ്. അതായത് ജയിച്ചിടത്ത് നിന്നിട്ട് വേണം വിളിച്ചു പറയാൻ. ജയിക്കാൻ പോകുന്നതെന്നല്ല, ദൈവം ജയിച്ചതായിട്ട് കണ്ടിട്ട് അവിടെ നിന്നിട്ട് വേണം വിളിച്ചു പറയാൻ. അതിനുള്ള ധൈര്യമുണ്ട്. അതിന് ദൈവത്തോട് അടുത്തിരിക്കണം. ഒരു വിഷയം എടുക്കുമ്പം തന്നെ ഒരാൾ വിഷയം അയച്ചാൽ സാധാരണ പ്രാർത്ഥനയ്ക്ക് അയക്കാൻ ഞാൻ ദൈവസന്നിധി വെക്കും, കർത്താവ് എന്ത് പറഞ്ഞു. പലപ്പോഴും അതിനുള്ള വാക്യങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ അവരത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിന് ഉത്തരം കിട്ടുന്നിട്ടുണ്ട്. പക്ഷേ സംടൈംസ് ഗോഡ് ഡസൻറ്റ് ബോദർ, ബിക്കോസ് വെറുതെ എല്ലായിടത്തും വായിക്കുന്നതിൻ്റെ കൂടെ ഇത് വായിച്ചു. അതിനകത്ത് നമുക്കൊരു വ്യക്തിപരമായ ഒരു ഇൻറ്റിമസി അവിടെ വരുന്നില്ല. അത് ദൈവവുമായിട്ട് നമ്മളിങ്ങനെയാണോ കാര്യം നേടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഈ മത്തായിയുടെ സുവിശേഷം 28:18 പറയുന്നുണ്ട്, ഐ ഹാവ് ഗിവൺ യു അതോറിറ്റി. എന്തിനാ? ദിസ് അതോറിറ്റി ഈസ് ടു ഗോ ഓൾ അറൗണ്ട് ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗുഡ് ന്യൂസ്. ദ ഗുഡ് ന്യൂസ് ഈസ് ജീസസ് ഹസ് കം. ഹി വൺ വിക്ടറി ഓവർ ദി എനിമി, ഓവർ ദി ഡെവിൾ. ഹി വൺ വിക്ടറി ഓവർ ദി ഡെത്ത്. ഹി വൺ വിക്ടറി ഓവർ ദി സിക്നെസ്. ഇതെല്ലാം പാപത്തിൻ്റെ അടിമത്വത്തിൽ നിൽക്കുന്നവർക്കാണ്. അതിൽ നിന്ന് നമ്മളെ അഴിച്ചുവിട്ടെന്ന് ആരെങ്കിലും പല പ്രാവശ്യം പറയാതെ എങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കുന്നത്? ഒരു പ്രാവശ്യമെങ്കിലും ഇതിൽ നിന്ന് വിടുതൽ തന്നിട്ടുണ്ട്. കുരിശിന്മേൽ ഇതിന്മേൽ ജയമുണ്ട്. ഇത് നമ്മുടെ പാപത്തിന് വേണ്ടിയാണ് അവൻ കുരിശ് ഏറ്റെടുത്ത് നമ്മുടെ രോഗത്തിന്. ഇത് പല പ്രാവശ്യം പറഞ്ഞാലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തലേ കയറത്തുള്ളൂ. ആര് പറയുന്നു? ആർക്കും പറയാൻ നേരമില്ല. വളരെ സങ്കടമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 8:30, വി ആർ മോർ ദാൻ കോൺകറേഴ്സ് ദാൻ ക്രൈസ്റ്റ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻഡ്. ക്രിസ്തു എന്നിലുള്ളതിനാൽ ഞാൻ ലോകത്തിലുള്ളതിനെക്കാട്ടിലും ജയിച്ചവനാണ്. ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ജീസസ് ഡിസ്പ്ലേഡ് വിക്ടറി അറ്റ് ദ ക്രോസ്. കുരിശിൽ നമ്മൾക്ക് തോന്നും പിശാച് പറഞ്ഞു തീർന്നെന്ന്, പക്ഷെ ദാറ്റ്സ് അവർ വിക്ടറി. ഇതുപോലെ ചിലപ്പം നമുക്ക് ഒരു വീഴ്ച വരും, പക്ഷെ അതൊന്നും തോൽവിയല്ലെന്നേ ക്രിസ്തുവിൽ. നമ്മൾ സ്പിരിച്വൽ റെവലേഷൻസ് അത് ഈ യെശയ്യാ 54:17 പറയുന്നുണ്ട്. 54:17 പറയുന്നുണ്ട്, നിനക്കെതിരായിട്ട് വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. നോ വെപ്പൺ ഫോംഡ് അഗൈൻസ്റ്റ് യു ഷാൽ പ്രോസ്പർ. ഈ സ്പിരിച്വൽ വാർഫെയറിൻ്റെ വിജയം റെവലേഷൻ മൂലം ഉണ്ടായിട്ട്, വെളിപ്പാട് മൂലം. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പം കർത്താവ് 1, 2, 3, 4 ഇങ്ങോട്ട് ചില വാക്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരും. ചിലർ എൻ്റെ കൂടെ ഉള്ളവർക്ക് ചിലപ്പോൾ 20 വാക്യമൊക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
എന്നിട്ട് എൻ്റെ കൂട്ടുകാർ അവർ 20 എന്നെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്യും. അവർക്ക് ഈ വചനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം. അപ്പോൾ ഈ അടുത്തിടെ ഒരാളെ ഇതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് തന്നെ അവരോട് സംസാരിച്ചു, എൻ്റെ മുഖം അന്വേഷിക്കാൻ. അത് എൻ്റെ കൽപ്പനയാണ്. ഈ കൽപ്പന മാറി വെച്ച് നമ്മൾ ദൈവത്തിന് വേണ്ടി ഇരുട്ട് വെച്ച് ഓട്ട അടയ്ക്കാൻ ഒക്കുമോ? ഒക്കത്തില്ല. കൽപ്പനയായിട്ട് അതിന് വില കൊടുക്കണം. പിന്നെ ഞാൻ അതേലാണ് ഉറച്ചു നിൽക്കുന്നത്. ഈ ഒരു എൻ്റെ കാര്യം നേടാൻ വേണ്ടിയല്ല. ആളുകൾ എന്ത് പറഞ്ഞു, ജീവിതത്തിൽ എന്ത് എൻ്റെ കർത്താവിനോട് സംസാരിച്ച ഒരു വേർഡ് അതാണ് കൽപ്പന. ഈ കൽപ്പന എന്താണ്? എൻ്റെ മുഖം അന്വേഷിക്കാൻ. അവിടെ എവിടെയും പോകണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. ഈ ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ ആണെന്നും അതെനിക്ക് എൻ്റെ പരമമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ വേണം. അപ്പം യു കമാൻഡ് ദ എൻവയൺമെൻറ്റ് വിത്ത് ഹിസ് അതോറിറ്റി. ഹെവൻ ബാക്സ് അപ്പ് എവറി വേർഡ് യു സേ. ആത്മാവിൽ നമ്മൾ പറയുന്ന എല്ലാത്തിനും പരിശുദ്ധാത്മാവ് കൂട്ടുനിൽക്കും. അവർ തോറ്റവനെ പോലെ നടക്കാതെ ജയിച്ചവനെ പോലെ നടക്കുക. അങ്ങനെ ജീവിക്കുമ്പം കർത്താവ് നമ്മളിൽ വരുമ്പം വി വാക്ക് ഫ്രം വീക്ക്നെസ് ടു സ്ട്രെങ്ത്. നമുക്ക് ബലഹീനതയിൽ നിന്ന് ബലമുള്ളവരായിട്ട്, മിണ്ടാതിരിക്കുന്നവരിൽ നിന്ന് അതോറിറ്റിയായിട്ട് പറയുന്നവർ. ഹോളി സ്പിരിറ്റ് വരുമ്പോൾ നമ്മളെ എംപവർ ചെയ്യും. നമുക്ക് സത്യം അറിയാൻ വെക്കും. നമ്മൾ അതിനുള്ള ഉത്തരങ്ങൾ കൊടുക്കാൻ സാധിക്കും. പിന്നെ പിശാച് കൊണ്ടുവച്ചിരിക്കുന്ന ട്രാപ്പിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. അപ്പം ട്രൂ വിക്ടറി ഡസ് നോട്ട് കം ബൈ സ്ട്രൈവിങ് ബട്ട് ബൈ സറണ്ടർ. അതായത് നമ്മൾ പരിശുദ്ധാത്മാവിനെ അങ്ങ് ഏറ്റുകൊടുക്കുകയാണ്. അവിടാണ് ദൈവമേ നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തുന്നുണ്ട്, നീ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, പിന്നെ ഞാനെന്തിനാ ഭയപ്പെടുന്നത്? അപ്പോൾ ഹോളി സ്പിരിറ്റ് ഈസ് അവർ ഡിവൈൻ പ്രൊട്ടക്ഷൻ. ഈസ് വെരി ജെൻറ്റിൽ ആൻഡ് ക്വയറ്റ് instructor, guide you to the exact word and brings to remembrance what to say. എന്താ പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാ പറയും. അപ്പോൾ നമ്മളിലുള്ള ദൈവം എന്നേക്കുമായിട്ട് ജയിച്ചവനാണ്. ഈ അകത്തുനിന്ന് തീ പുറത്തോട്ട് വരണം. അതായിരിക്കണം നമ്മൾ. അതാണ് അകത്തുനിന്ന് തീ വരണം. പുറത്തുനിന്നുള്ള തീയല്ല, അകത്തുനിന്ന് ഉണ്ട്. തീ കത്തിക്ക. ഒരു പാട്ടുണ്ടല്ലോ, തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക, എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായി അർപ്പണം ചെയ്യുന്നു ഞാൻ. എപ്പോഴാണ് എന്നെ യാഗമായിട്ട് യാഗപീഠത്തിന്മേൽ കയറ്റുമ്പം അടിയിൽ തീ കത്തണമെന്ന് ജഡമാ കരിഞ്ഞു പോകുന്നത്. അഴുക്ക് മാത്രമേ പോകത്തുള്ളൂ, നല്ലതൊന്നും പോകൂല. അങ്ങനെ കത്തി നിൽക്കുകയാണെങ്കിൽ പിശാച് തൊടൂല. ടേക്ക് വിക്ടറി ബൈ ദ പവർ ഓഫ് ദ ലിവിങ് വേർഡ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. പ്രാർത്ഥിക്കാം. നാഥ, ഞങ്ങൾ ജയിച്ച പക്ഷത്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ എത്ര പേർക്കറിയാം, അറിവില്ലായ്മയാൽ ഞങ്ങൾ നശിച്ചു പോകുന്നു. ശത്രു പലതരത്തിലുള്ള നുണ പറഞ്ഞാൽ കേട്ടാൽ തോന്നും സത്യമാണ്. എന്നിട്ട് അതൊന്ന് വെരിഫൈ ചെയ്യാൻ പോലും ഞങ്ങളും ശ്രമിക്കത്തില്ല. പിശാചിന് അടിമയായിട്ട് ഒരു പ്രാവശ്യം അടിമയായാൽ അവൻ അവിടെ നിർത്തത്തില്ല. പിന്നെ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും കൂടി ഇല്ലാതാക്കുന്നിടം വരെ അവന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സുബോധത്തിൻ്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, ധൈര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആത്മാവ് ഇട്ട് തന്നിട്ട് സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുന്ന ആ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറണം. കഴുകനെപ്പോലെ പറന്നുയരാൻ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടേ എന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ ഞങ്ങളുടെ തലമുറകളെ പഠിപ്പിച്ചെടുക്കണമേ. ഞങ്ങളെ പഠിപ്പിക്കണം. ദിനം പ്രതി നിൻ്റെ യുവർ മേഴ്സീസ് ആർ ന്യൂ എവ്രി മോർണിംഗ്. എൻ്റെ കരുണ എന്നും പുതിയതാണ്. പക്ഷേ ഇന്നലെ അല്ല, ഇന്നും പുതിയത് തന്നെ. ആ പുതിയ മന്ന ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ബലപ്പെടുത്തി നിൻ്റെ ചങ്കോട് നിൻ്റെ ഹൃദയത്തോട് ഞങ്ങളെ ഒട്ടിച്ചു വെച്ച് യോഹന്നാൻ നിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നതുപോലെ ഞങ്ങൾ നിൻ്റെ ഹൃദയടിപ്പ് അറിഞ്ഞ് ജീവിപ്പാൻ, കാര്യം നേടാൻ വേണ്ടിയല്ല, യഥാർത്ഥത്തിൽ നിൻ്റെ സത്യത്തെ പകർന്നു കൊടുക്കാൻ, ദേശം മുഴുവൻ ഞങ്ങൾ അറിയാവുന്നിടത്തൊക്കെ നിൻ്റെ വചനം പകർന്നു കൊടുക്കാൻ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെ എടുത്ത് ഉപയോഗിക്കണമേ. അതാ വിളവ് നിറഞ്ഞു കിടക്കുന്നുണ്ടല്ലോ, വിളവിന് ആളില്ല കർത്താവേ. അയക്കണേ. എടുത്തുപയോഗിക്കണമേ. തലമുറകളോട് കരുണ തോന്നണമേ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നിൻ്റെ രക്തത്തിൻ്റെ ചിഹ്നം ഇടുന്നു. ശത്രു ഞങ്ങളെ നശിപ്പിക്കുന്നിടത്ത് യഹോവ 7 ഇരട്ടിയായിട്ട് അനുഗ്രഹം തരുന്നു കർത്താവേ. കർത്താവേ, ഇസഹാക്ക് വിതച്ചു 100 മേനിയായിട്ട് കൊടുത്തതുപോലെ ഞങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം നീ സ്വർഗത്തിൽ നിന്ന് അയച്ചു തരുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഓൾ ദീസ് തിങ്സ് ഷാൽ ബി ആഡഡ് അൺടു യു. ആദ്യമേ ദൈവരാജ്യം അന്വേഷിക്കുമ്പം പുറകെ എല്ലാം തരും. ആദ്യമേ ദൈവരാജ്യം അന്വേഷിക്കാനുള്ള ഹൃദയം ഞങ്ങൾക്കും തലമുറകൾക്കും തരണമേ. പച്ച നിന്നെ കൂടാതെ ഒരു വഴിക്കും പോകാൻ വിട്ടുകളയല്ലേ. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.